The somatic hypermutation in a clone of expanding B cells produces centrocytes with the diversity of B cell receptors with a range of affinities. അപ്പോൾ അവർ സൊമാറ്റിക് ഹൈപ്പർമ്യൂട്ടേഷൻ വഴി സെൻട്രോബ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന വലിയൊരു പോപ്പുലേഷൻ ഓഫ് സെൽസിനെയാണ് നമ്മൾ സെൻട്രോസൈറ്റ്സ് എന്ന് പറയുക. സെൻട്രോബ്ലാസ്റ്റിൻ്റെ അത്രയും ഡിവൈഡിങ് കാപ്പബിലിറ്റി ഉണ്ടാവില്ല, അവിടെ ഒരു ഡിവൈഡിങ് കാപ്പബിലിറ്റി കുറയും. അവർ കുറച്ചുകൂടെ അവർ സൊമാറ്റിക്കലി ഹൈപ്പർമ്യൂട്ടേഷൻ ഒരുപാട് നടന്ന സെൽസ് ആയിരിക്കും. സോ they will show varied affinity for the particular antigen. Now the newly formed centrocytes will move from the dark zone region to the light zone. ഈ ലൈറ്റ് സോണിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ FDC ഉള്ളത്. അപ്പോൾ FDC ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോം ചെയ്ത് എന്താ പറയുക സെൻട്രോബ്ലാസ്റ്റ്. അപ്പോൾ സെൻട്രോബ്ലാസ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്ത് ഇഷ്ടം പോലെ സെൻട്രോസൈറ്റ്സ് ഉണ്ടാവും. പക്ഷേ FDC കുറയൊന്നുമില്ല, അവിടെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ ലാർജ് നമ്പർ ഓഫ് സെൻട്രോസൈറ്റ് വരും, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് FDC ഉണ്ടാവും. സോ ദർ വിൽ ബി ടൈറ്റ് കോമ്പറ്റീഷൻ ഫോർ ദി എന്താ പറയുക ഫോർ ദ ബൈൻഡിങ് സൈറ്റ് ഓൺ FDC. അപ്പോൾ FDCയിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻട്രോസൈറ്റ്സ് തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ ദോസ് സെൻട്രോസൈറ്റ്സ് ദാറ്റ് വിൽ ഹാവ് ദ ഹയസ്റ്റ് അഫിനിറ്റി വിത്ത് ദ ആൻറ്റിജൻ വിൽ വിൻ. അപ്പോൾ അവിടെ ഏറ്റവും അഫിനിറ്റി ഉള്ള സെൽസ് മാത്രമാണ് അവിടെ FDC ആയിട്ട് ബൈൻഡ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സെൽസ് തോറ്റുമടങ്ങി അവർ പുറത്തേക്ക് പോകും. ബാക്കി അവിടെ FDC ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അഗെയിൻ ആ ഇൻട്രാക്ഷൻ വഴി ബി സെൽസ് ആ ഒരു അഫിനിറ്റി ഏറ്റവും ഹയസ്റ്റ് അഫിനിറ്റി ഉള്ള ബി സെൽസ് മാത്രമേ FDC ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുള്ളൂ. ആ ഒരു ഇൻട്രാക്ഷൻ വിൽ പ്രൊവൈഡ് എ പെർട്ടിക്കുലർ സർവൈവൽ സിഗ്നൽ ഫോർ ദറ്റ് ബി സെൽ. അപ്പോൾ ആ ഒരു ബി സെല്ലിന് ഇത് അഫിനിറ്റി കൂടുതലാണ്, ലെറ്റ് ദിസ് ബി സെൽ സർവൈവ് എന്ന് പറഞ്ഞിട്ട് സർവൈവൽ സിഗ്നൽ പോവും ഇൻ ദ ഫോം ഓഫ് ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ. Okay, now those cells which will not be able to bind to the FDC. അപ്പോൾ വലിയ അഫിനിറ്റി ഒന്നുമില്ല, സൊമാറ്റിക് ഹൈപ്പർമ്യൂട്ടേഷൻ നടത്താലും അഫിനിറ്റി അത്ര പോരാ എന്ന് തോന്നുന്ന സെൽസിന് ദേ കനോട്ട് കമ്പീറ്റ് വിത്ത് ദി അതർ സെൽസ് ടു ബൈൻഡ് ടു FDC. അപ്പോൾ ഇവർ തോറ്റ് പിന്മാറിയിട്ട് തന്നെ ദേ വിൽ മൂവ് ഔട്ട് ഓഫ് ദ പ്രൈമറി ഫോളിക്കിൾസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സർവൈവൽ സിഗ്നൽ, അവർക്ക് ആ ഒരു ബൈൻഡിങ് ഇല്ലാത്തതുകൊണ്ട് ഒരു സർവൈവൽ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് വൺസ് ദേ മൂവ് ഔട്ട് ഓഫ് ദ പ്രൈമറി ഫോളിക്കിൾസ് ഓർ ആ ഒരു ജെർമിനൽ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ തന്നെ ആക്ച്വലി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പ്രൈമറി സർവൈവൽ സിഗ്നൽ ദേ സെൽ വിൽ അണ്ടർഗോ അപ്പോപ്റ്റോസിസ്. അപ്പോൾ അഫിനിറ്റി ഏറ്റവും കുറവുള്ള സെൽസൊക്കെ പിന്നെ അവിടെ നിന്ന് ഡൈ ചെയ്യാൻ തുടങ്ങും. ഏറ്റവും അഫിനിറ്റി കൂടുതലുള്ള സെൽസേ ആക്ച്വലി ആ ജെർമിനൽ സെൻറ്ററിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ. ഓക്കെ, so again in the light zone they will compete for access to the limited amount of antigen displayed on the dendrites or FDC. In this competition, the centrocytes having the antigen receptors of the highest affinity are more likely to be activated by the limiting amount of antigen. Now if the centrocyte has low affinity surface immunoglobulins, it fails to obtain and present antigen to the TFH cells and it dies by apoptosis. അപ്പോൾ അവർ അഫിനിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആൻറ്റിജനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ആൻറ്റിജൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് THന് കൊടുക്കാനോ പറ്റില്ല. കാരണം ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് വന്ന സെൽസാണ്, അപ്പോൾ അവർക്ക് നേരത്തെ ഉള്ള ആക്ടിവേഷൻ ഇല്ല. നമ്മൾ ആക്റ്റീവായ സെൽസ് ഉള്ളിലേക്ക് പോയിട്ട് വലിയൊരു ക്ലോണാക്കി ഡിവൈഡ് ചെയ്തതിൻ്റെ സെൽസാണ്. സോ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സെൻട്രോബ്ലാസ്റ്റിന് ഫ്രഷ് ആയിട്ടുള്ള BCR മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പാത്തജൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി പുറത്ത് വെയിറ്റ് ചെയ്യുന്ന, അതായത് ഓൾറെഡി ആക്ടിവേറ്റഡ് ആയിട്ട് പുറത്തിരിക്കുന്ന TFH സെൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെയിം പ്രൊലിഫറേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് TFH സെൽസ് ഉണ്ട്. ഇവിടെ ആ ഒരു T സെൽസും പ്രൊലിഫറേറ്റ് ചെയ്ത് വലിയൊരു ക്ലോൺ ഉണ്ടായിട്ടുണ്ട് വിത്ത് ഡിഫറെൻറ്റ് അഫിനിറ്റീസ്. അപ്പോൾ ഈ പറയുന്ന T സെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിജൻ ഇല്ല, ലോ അഫിനിറ്റി ആണെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MSC വഴി പ്രസൻറ്റ് ചെയ്യാൻ, T സെല്ലിന് ബൈൻഡ് ചെയ്യണമെങ്കിൽ MSC വേണം, MSCയിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പെപ്റ്റൈഡ് വേണം. ആ പെപ്റ്റൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആൻറ്റിജൻ ഇവർക്ക് കിട്ടിയിട്ടേ ഇല്ല, FDCന്ന് കിട്ടിയിട്ടേ ഇല്ല. സോ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ബൈൻഡ് വിത്ത് ദി T സെൽ വിച്ച് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. പുറത്ത് ആ ഒരു പെരിഫറിയിൽ നിൽക്കുന്ന ഹെൽപ്പർ സെല്ലിൻ്റെ പോപ്പുലേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ ഇവരുടെ കീഴിലൊന്നുമില്ല. സോ ദേ ആർ ഇൻഡ്യൂസ്ഡ് ടു അണ്ടർഗോ അപ്പോപ്റ്റോസിസ്. Now the apoptotic centrocytes are phagocytized by the macrophages in the germinal center. പുറത്തേക്ക് എത്തുന്നതിന് മുന്നേ ജെർമിനൽ സെൻറ്ററിലുള്ള മാക്രോഫേജസ് തന്നെ അവരെ അങ്ങോട്ട് ക്ലോസ് ചെയ്യിപ്പിക്കും. Now the macrophages that have recently engulfed apoptotic centrocytes are characteristic feature of the germinal centers. അപ്പോൾ ജെർമിനൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സെൻട്രോബ്ലാസ്റ്റും സെൻട്രോസൈറ്റും ഒക്കെ ഇഷ്ടം പോലെ ഫോം ചെയ്യുന്നതുകൊണ്ടും അഫിനിറ്റി മെച്ചുറേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ സെൽസിനും ഹയസ്റ്റ് അഫിനിറ്റി ഉണ്ടാവില്ലല്ലോ.
അപ്പോൾ വലിയൊരു വിഭാഗം ആക്ച്വലി ഒരു 70-80% സെൽസിനും വലിയ അഫിനിറ്റി ഉണ്ടാവില്ല. സോ 70-80% ദേ ആർ ഡിസ്റ്റൈൻ ടു മീൻസ് ദേ ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഗോ ഫോർ അപ്പോപ്റ്റോസിസ് വഴി സെല്ലിൽ നടക്കുകയാണ്. സോ ദേഴ്സ് എ ബൾക്ക് റിമൂവൽ ഓഫ് ഡൈയിങ് സെൽസ് ബൈ മാക്രോഫേജസ്. അപ്പോൾ നമുക്കൊരു ജെർമിനൽ സെൻറ്ററിൽ ഈ ഒരു മാക്രോഫേജിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാം. സോ ആക്ച്വലി ഒരു ജെർമിനൽ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ ഒരു മാക്രോഫേജിൻ്റെ അളവെന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ദേ കെൻ സ്റ്റെയിൻ ഡെൻസ്ലി. അപ്പോൾ അതിലെല്ലാം വേസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലേ സെല്ലിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന സെൽ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് മീൻസ് ഡെഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ദേ കെൻ സ്റ്റെയിൻ വെരി ഡാർക്ക്ലി. അപ്പോൾ അങ്ങനെ അവരെ എളുപ്പത്തിന് വിളിക്കുന്ന പേരാണ് ടിങ്കിബിൾ ബോഡീസ് എന്ന്. ലൈക്ക് ദേ ആർ ഈസിലി സ്റ്റെയിൻഡ്. ഓക്കെ, സോ മാക്രോഫേജസ് മെയിൻ. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ സെൻട്രോസൈറ്റ് ഫോം ചെയ്ത സെൻട്രോസൈറ്റിൻ്റെ ഒരു 70-80% അപ്പോപ്റ്റോസിസ് വഴി ഡൈ ചെയ്യും. ബാക്കിയുള്ളൊരു 10-20% മാത്രമേ ഹൈ അഫിനിറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ദി ആൻറ്റിജൻസ്. അപ്പോൾ FTCയിലുള്ള ആൻറ്റിജനായിട്ട് വീണ്ടും ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, അഗെയിൻ ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ദേ വിൽ ടേക്ക് അപ്പ് ദി ആൻറ്റിജൻ, പ്രോസസ് ഇറ്റ് ആൻഡ് പ്രസൻറ്റ് ദി ആൻറ്റിജൻ or antigenic peptides in their MHC molecule. MHC molecule ആയിട്ട് they will move out ചെയ്യുമ്പോൾ പുറത്ത് വീണ്ടും TFHൻ്റെ വലിയൊരു പോപ്പുലേഷൻ നിൽക്കുന്നുണ്ട്. ഡിവൈഡ് ചെയ്ത് നേരത്തെ പോയ ഒരാളാണ് ഡിവൈഡ് ചെയ്ത് അവിടെ ഒരു ബൾക്കായിട്ട് നിൽക്കുന്നത്. ഈ സെൻട്രോസൈറ്റ്സ് എല്ലാം കൂടെ ഡിഫറെൻറ്റ് അഫിനിറ്റിയുള്ള സെൻട്രോസൈറ്റ്സ് എല്ലാം പുറത്ത് പോകും. ആൻഡ് ദേ വിൽ അഗെയിൻ ഇൻട്രാക്ട് വിത്ത് അവർക്ക് എന്താ പറയുക, അവരുടെ ആ ഒരു സെയിം അഫിനിറ്റി അല്ലെങ്കിൽ സെയിം ബൈൻഡിങ് കേപ്പബിലിറ്റി ഉള്ള T cells ആയിട്ട് അവർ ബൈൻഡ് ചെയ്യും. Okay, so now the centrocyte, if the centrocyte receptor binds an antigen with sufficient strength while moving out to the outer region of the lysosome by help by T cells concentrate, the centrocyte process the antigen and present the peptides on its MHC class 2 molecules. Now again the engagement of this particular Bcell and T cell interaction happens. അപ്പോൾ വീണ്ടും ഈ ഒരു MHC class 2-നെ T cell വന്ന് അനലൈസ് ചെയ്യും. അവിടെ വീണ്ടും CD40 ലിഗാൻഡ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ലിഗാൻഡ് ഇൻട്രാക്ഷൻ വരുമ്പോൾ തന്നെ the T cell induce the centrocyte produce a protein known as BCL-XN. BCL-XN എന്ന് പറയുന്നത് ഒരു ഇൻട്രാസെല്ലുലർ പ്രോട്ടീനാണ്. സോ ആ ഒരു ആക്ടിവേറ്റഡ് സെൻട്രോസൈറ്റ് എത്തിക്കഴിയുമ്പോൾ BCCL പ്രോട്ടീൻ BCL-XL പ്രോട്ടീൻ സെൻട്രോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ദ സെൻട്രോസൈറ്റ് ദെൻ ക്യാൻ സർവൈവ്. അതേസമയം T സെൽ ഏരിയയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന T സെല്ല് എന്താ പറയുക, അവർ ആ ഒരു MHC പ്രസൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് MHC പ്രസൻറ്റേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു BCL-XL പ്രോട്ടീൻ ഉണ്ടാവില്ലല്ലോ. സോ ദ ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ ഈസ് ആക്ച്വലി ദി സർവൈവൽ സിഗ്നൽ, ഡെത്ത് സിഗ്നൽ, അപ്പോപ്റ്റോസിനുള്ള ഡെത്ത് സിഗ്നൽ ആവുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈയിങ് സെൽസ് ഇല്ലേ, B cells, അവർക്കുള്ള ഡെത്ത് സിഗ്നൽ എന്ന് പറയുന്നത് ആക്ച്വലി ദ ആബ്സെൻസ് ഓഫ് this BCL-XL protein ആണ്. Okay, so the BCL-XL protein will prevent the cell from dying by apoptosis. Now the centrocytes will continue the differentiation and forms plasma cells. Okay, അപ്പോൾ ഇവിടെ വെച്ചിട്ട് സെൻട്രോസൈറ്റ്സ് വീണ്ടും T സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ they will again differentiate to form plasma cells. Now some of the plasma cells will remain in the lymph node to produce antibody that will combine with the antigen arriving from the lymph from the site of infection, and these plasma will be short lived. അപ്പോൾ എന്താ പറയുക, കുറച്ച് സെൽസ് അവിടെ തന്നെ നിൽക്കും, പ്ലാസ്മ സെൽസ്, സോ ദാറ്റ് ഇനി ലിംഫ് വഴി സെയിം ആൻറ്റിജൻസ് വരികയാണെങ്കിൽ അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ ലിംഫ് നോഡിന്. അപ്പോൾ അവർ കുറച്ച് പ്ലാസ്മ സെൽസ് അവിടെ തന്നെ റിസൈഡ് ചെയ്യും ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് ദാറ്റ് കെൻ ഇൻട്രാക്ട് വിത്ത് ആൻറ്റിജൻ ദാറ്റ് മേ കം ത്രൂ ദ ലിംഫ് ഓർ ബ്ലഡ്. Now the remaining plasma cells will migrate to the bone marrow. ബാക്കിയുള്ള പ്ലാസ്മ സെൽസ് ബോൺ മാരോയിലെത്തി it forms a systemic source of antibody and long lived. അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ B-cell mediated immunity gets activated. അപ്പോൾ ഒരു ആൻറ്റിജൻ വന്ന് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, TD ആൻറ്റിജൻ ആണ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
Bcell cannot get activated by its own. So അതിന് T സെല്ലിൻ്റെ ആക്ടിവേഷനും വേണം. ആ ഒരു T സെല്ലിൻ്റെ ഹെൽപ്പ് നടക്കുന്നത് നമ്മുടെ സെക്കൻഡറി ലിംഫോ ടിഷ്യൂലാണ്. സോ ദി പാത്തജൻ, മോസ്റ്റ് ഓഫ് ദ TD പാത്തജൻസ് ഫസ്റ്റ് processed by the antigen presenting cell. Antigen presenting cells അവനെ നമ്മുടെ ലിംഫ് നോഡിലേക്ക് കൊണ്ടുപോകും. ലിംഫ് നോഡിൽ വെച്ചിട്ട് the T cell will the naive T cell will get activated and the naive B cell will get activated. Whenever the B cell and T cell which are activated by the same pathogen get encountered, അവരൊരു cognitive pair ഫോം ചെയ്യും. പെയർ ഫോം ചെയ്ത് കഴിയുമ്പോൾ they'll undergo different sessions of differentiation and proliferation. പല സെഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഇൻട്രാക്ട് ചെയ്തൊരു കൊഗ്നേറ്റീവ് പെയർ ആയി കഴിഞ്ഞാൽ അവർ മെഡുലറി കോർട്സിലേക്ക് പോകും. അവിടെ നിന്ന് ഒരു ചെറിയ ഡിഫറൻഷിയേഷൻ നടക്കും. സോ സിൻസ് ഹൈപ്പർമ്യൂട്ടേഷനും സ്വിച്ചിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന പ്ലാസ്മ സെൽസ് എന്ന് പറയുന്നത് they can only produce IgM antibodies. So from the medullary rays, medullary cords, the plasma cells will start to produce IgM antibodies which are released into the sinus and from there into the efferent lymph vessels. അപ്പോൾ ലിംഫിലേക്കും പിന്നീട് ബ്ലഡിലേക്കും മൂവ് ചെയ്യും ദോസ് IgM ആൻറ്റിബോഡീസ്. ബാക്കിയുള്ള ആ ഒരു പ്രൊലിഫറേറ്റ് ചെയ്ത സെൽസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ B cell T cells അവർ നേരെ പ്രൈമറി ഫോളിക്കിൾസ് പോകും. പ്രൈമറി ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ നിന്ന് they will undergo further differentiation to form and undergoes somatic hypermutation. ഇനി ഐസോക്ലാസ് ഐസോടൈപ്പ് സ്വിച്ചിങ് നടക്കുന്നത് ഇതേ ജെർമിനൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഈ ഐസോടൈപ്പ് സ്വിച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ ഡൈവേഴ്സിറ്റി നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോടൈപ്പ് സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് ഏത് ഐസോടൈപ്പാണ്, ഏത് ആൻറ്റിബോഡി ഐസോടൈപ്പാണ് ഫോം ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ചില സൈറ്റോകൈൻസ് ആണ്. ഓക്കെ, so the isotype switching actually takes place in the activated B cells within the germinal center, and the isotype to which the individual B cell switches is determined by the cognitive interaction with the T helper cells. അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത T helper cell പ്രൊഡ്യൂസ് ചെയ്ത സൈറ്റോകൈൻസിൽ ആ സൈറ്റോകൈൻസിൻ്റെ അളവനുസരിച്ചാണ് ഏത് ഐസോടൈപ്പായിട്ടാണ് ഏത് ഐസോടൈപ്പ് സ്വിച്ചിങ് ആണ് ആ ഒരു എന്താ പറയുക പ്ലാസ്മ സെല്ലിലെ ഒരു ജീൻ റീഅറേഞ്ച്മെൻറ്റ് സമയത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ബൈ ദി TFHS സെൽസ് ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ബൈ ദി നേച്ചർ ഓഫ് ദി ഇൻഫെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഓരോ ആൻറ്റിബോഡീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈച്ച് ഓഫ് ദ ആൻറ്റിബോഡി ആക്ട്സ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിജൻസ്. നമ്മൾ ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റിയിൽ ആക്ച്വലി കവർ ചെയ്താണ് ഇഫക്റ്റ് മെക്കാനിസത്തിൽ. സോ ദാറ്റ് പെർട്ടിക്കുലർ തിങ്, അതായത് ഏത് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ആണെന്നുള്ളതനുസരിച്ചിരിക്കും ഓരോ സ്വിച്ചിങ് ഉണ്ടാകുന്നത്. സോ ദ സ്വിച്ചിങ് into different isotypes of antibodies depends on one the cytokines produced by the T helper cells and also on the nature of the infection and the dendritic cells that nurtured the helper cell. So മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് ഇൻ്റർലൂക്കിൻ 4, 5 ആൻഡ് TGF-beta ആണ്. സോ ആക്ച്വലി അവർ ആൻറ്റിബോഡിയുടെ എന്താ പറയുക ഹ്യൂമൻസിൽ ആക്ച്വലി IG2, IG4, IgA, IgE, അതായത് ഓൾമോസ്റ്റ് Igയും എയും ഇയും ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ IL4ഉം IL5ഉം TGF-beta ആണ്. അതേസമയം നമ്മുടെ ILG2Aയും B3യും ഇൻ മൈസിലും ആൻഡ് ഓൾസോ ഏറ്റവും ഹൈലി ഓപ്സണൈസിങ് ആയിട്ടുള്ള IgG1ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റർഫ്രോൺ ആൽഫയാണ്. സോ ആക്ച്വലി IgA-E ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് IgG3ഉം 2ഉം 4ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ്റർലൂക്കിൻ 4ഉം 5ഉം ബീറ്റയൊക്കെ ആയിരിക്കും. സോ ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് IgA-യും E-യും ജിയുടെ 3ഉം 4ഉം ആയിരിക്കും. നൗ ഇൻ്റർഫ്രോൺ ഗാമയാണ് കൂടുതലായിട്ട് ഒരു സൈറ്റോകൈൻ എൻവയോൺമെൻറ്റിലുള്ളതെന്ന് വെച്ചാൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് IG1 ആൻറ്റിബോഡീസ് ആയിരിക്കും ഇൻ ഹ്യൂമൻസ്. ഓക്കെ, സോ ദിസ് ഇസ് എ ടേബിൾ ദാറ്റ് മെൻഷൻസ് ഹൗ the cytokine levels influence isotype switching. IL4 പ്രസൻറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പോൾ കൂടുതലും IgA-യും പിന്നെ അതുപോലെ തന്നെ IgE-യും ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ IgG1 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. നൗ ഇഫ് ഇറ്റ്സ് IL5 കൂടുതലും IL5ൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓഗ്മെൻറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് IgA. ഓഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു സിംപ്ലി ഇൻക്രീസ്. അപ്പോൾ IgA-യുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടുന്നതായിരിക്കും IL5. ഇൻ്റർഫ്രോൺ ഗാമ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇൻഡ്യൂസസ് IG3, 2 ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർഫ്രോൺ ഗാമ എന്ന് പറയുന്നത്. നൗ TGF-beta ഇറ്റ് ഇൻഡ്യൂസസ് IG2B ആൻഡ് IgA.
Okay, so different kind of cytokines produced by the helper cells, it influences the isotype switching. Okay, now the ഈ ഒരു CD40 ligand ഈ പറയുന്ന isotype switchingനും important ആണ്. Which means in case there is a person or patient, if a patient lacks this particular CD40, ആ ഒരു CD40 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് പറ്റില്ല എന്ന് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ഈ ഒരു CD40 അതിൻ്റെ ലിഗാൻഡ് തമ്മിൽ ഇൻട്രാക്ഷൻ നമ്മുടെ B-cell T-cell പെയർ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ മെത്തേഡ്സിലും CD40 അതിൻ്റെ ലിഗാൻഡ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. സോ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ B-cell T-cell ആക്ടിവേഷനേ ഉണ്ടാവില്ല, ആ ഒരു B-cell T-cell പെയർ ഉണ്ടാവില്ല. സോ TD ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള TD ആൻറ്റിജൻസുമായിട്ടുള്ള എന്താ പറയുക ഒരു റെക്കഗ്നീഷനോ അതിന് ശേഷമുള്ളൊരു ഇൻഫെക്ഷൻ മെത്തേഡോ ഒന്നും നമുക്ക് എന്താ പറയുക കാണാൻ പറ്റില്ല ആ ബോഡിയിൽ. സോ നോർമലി അവിടെ ആ ഒരു അങ്ങനെ CD40 ലാഗ് ചെയ്യുന്നൊരു പേഴ്സണിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഐസോടോപ്പ് സ്വിച്ചിങ്ങോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നോർമൽ B-cell ആക്ടിവേഷൻ വഴി, അതായത് ഹെൽപ്പർ T-cell ഇല്ലാതെ B-cell ആക്ടിവേഷൻ വഴി ഉണ്ടാവുന്ന ഇമ്മ്യൂണോഗ്ലോബിൻസ്. അപ്പോൾ കൂടുതലും IgM ആയിരിക്കും, വളരെ കുറവ് രീതിയിൽ ഏതെങ്കിലും ഇൻ്റർലൂക്കിൻസും വേറെ ഏതെങ്കിലും രീതിയിൽ സൈറ്റോകൈനിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുന്ന ആ ഒരു സൈറ്റോകൈൻ എൻവയോൺമെൻറ്റ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തുണ്ടാവുന്ന ഏതെങ്കിലും രീതിയിലുണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള ഐസോടൈപ്പ് സ്വിച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലും അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് IgM പ്രൊഡക്ഷൻ മാത്രമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക ഐസോടൈപ്പ് സ്വിച്ചിങ്ങോ സൊമാറ്റോ ഹൈപ്പർമ്യൂട്ടേഷനോ ഒന്നുമില്ല. സോ B-cell ഏരിയയിലൊരു പ്രൈമറി ഫോളിക്കിളിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റോ നമ്മുടെ ജെർമിനൽ സെൻറ്റർ ഫോർമേഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ സെല്ലിൽ കാണുന്ന ലിംഫ് നോഡിൽ കാണുന്ന ജെർമിനൽ സെൻറ്റേഴ്സ് ഒന്നും ഈ പറയുന്ന CD40 ഇല്ലാത്ത ഒരാളുടെ B-cell ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് സച്ച് എ പേഷ്യൻ്റ് ദാറ്റ് ലാക്ക് CD40 ഞാൻ പറഞ്ഞു ദേ വിൽ പ്രൊഡ്യൂസ് മോർ IgM ആൻറ്റിബോഡീസ്. സോ യൂഷ്വലി ആ ഒരു ഡിസീസിന് പറയുന്ന പേര് ഹൈപ്പർ IgM സിൻഡ്രോം എന്നാണ്. സോ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് CD40 ഐസോടൈപ്പ് സ്വിച്ചിങ് ഒന്നും ഉണ്ടാവില്ല. നോർമലി ഓൾ ദി immunoglobulins or the antibodies that produced are IgM antibodies. Okay, so the people who lack CD40 ligand will have the immunodeficiency condition called hyper IgM syndrome because their B-cells cannot switch immunoglobulin isotype, and so they will have abnormally high levels of IgM and almost no IgG and IgA. Okay, but switching theory ഉണ്ടാവില്ല. And in general these patients make poor antibody responses and to most antigen. Then the secondary lymphoid tissues contain no germinal center. അപ്പോൾ അവരുടെ പുവർ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. കാരണം ഒരുപക്ഷെ TI ആൻറ്റിജൻസിന് മാത്രമേ ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്ത് എന്താ പറയുക ഇമ്മ്യൂൺ റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. TD ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ T and B-cells. And most of the patients are male because the gene for CD40 is present on the X chromosome. Okay, now the same cytokines that induce the isotype switching, the same kind of cytokines actually determines the formation of plasma cells and memory B-cells. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജെർമിനൽ സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സെൻട്രോസൈറ്റ് ഉണ്ടാവുമല്ലോ, ഹൈ എഫിനിറ്റി സെൻട്രോസൈറ്റ്സ്. ഈ സെൻട്രോസൈറ്റ് ആക്ച്വലി ഇറ്റ് ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ബിക്കം പ്ലാസ്മ സെൽസ് ആസ് വെൽ ആസ് മെമ്മറി B-cells. ആ ഒരു മെമ്മറി B-cell പ്ലാസ്മ സെൽ കൺവേർഷൻ അല്ലെങ്കിൽ ആ ഒരു പാത്ത് വേ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് സൈറ്റോകൈൻസ്. ഇപ്പോൾ ഇൻ കേസ് ദ ഹൈ എഫിനിറ്റി സെൻട്രോസൈറ്റ് ദാറ്റ് comes out of the germinal center, it binds with the TH cell. അപ്പോൾ TH cell പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സൈറ്റോകൈൻസിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് IL-10 ആണെങ്കിൽ then the cell will get transformed into plasma cell. അതേസമയം ആ ഒരു എൻവയോൺമെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് സൈറ്റോകൈൻ ഇൻ്റർലൂക്കിൻ 4 ആണ് കൂടുതലുണ്ടെങ്കിൽ then that particular centrocyte will get converted into or transformed into memory B-cell. Okay, so that's what is explained here. അപ്പോൾ ആ ഒരു IL-10 സെക്രീറ്റിംഗ് ഹൈപ്പർ T സെല്ലാണ് നമ്മുടെ സെൻട്രോസൈറ്റിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ സെൽ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്ലാസ്മ സെൽസ്. ആൻറ്റിബോഡി സെക്രീറ്റിംഗ് പ്ലാസ്മ സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേസമയം IL-4 സെക്രീറ്റിംഗ് ഹെൽപ്പർ സെൽസ് ആണ് നമ്മുടെ
സെൻട്രോസൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദെൻ ദി സെൻട്രോസൈറ്റ്സ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻ ടു മെമ്മറി ബി സെൽസ്. ഓക്കെ, so that's it about B-cell activation. ഇനി ഓരോ B-cell ഓരോ ഐസോടൈപ്പിനും ഓരോ ഫങ്ഷനാണുള്ളത്. ലൈക്ക് IgE ആണെങ്കിൽ പാരസൈറ്റിക് വോംസിന്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആൻറ്റിബോഡീസ് ഡിഫറെൻറ്റ് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റി ജനറേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുക. സോ ഇൻ B-cell activation what happens is that the B-cell will get interact with antigen. Antigen-ആയിട്ട് interact ചെയ്ത B-cell it can get proliferated and form plasma cells and memory cells, and also it can switch to different type of isotypes that produces sufficient immune response based on the നേച്ചർ ഓഫ് ദി ഇൻഫെക്ഷൻ. ഏതാണോ വരുന്ന ഇൻഫെക്ഷൻ വരുന്നത്, അതുപോലെ തന്നെ ഏത് സൈറ്റോകൈൻ എൻവയോൺമെൻ്റ് ആണ് ഡിഫറൻഷിയേഷൻ്റെ ചുറ്റുമുള്ളതെന്നനുസരിച്ച് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഓൾസോ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ B-cell ആക്ടിവേഷനും T-cell ആക്ടിവേഷനും കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഒരു T-cell ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ഉണ്ടാവുന്ന ഫുൾ ഇത് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹൈപ്പർ അലർജിക് എന്താ പറയുക അലർജിക് ആയിട്ടുള്ള എന്താ പറയുക ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻ, നമുക്ക് അതിനെക്കുറിച്ച് ഡീൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.